ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ലോങ് സെറ്റപ്പാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ മോർണിംഗിൽ തന്നെ ഞാൻ എൻ്റെ ലെവൽസുകളൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവറോൾ ഇന്നൊരു നെഗറ്റീവ് ബയാസാണ് എനിക്ക് മോർണിംഗ് മുതലേ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പം ഗ്ലോബൽ വൈസ് ആയിക്കോട്ടെ, ഇന്ത്യൻ വൈസ് ആയിക്കോട്ടെ, എനിക്കൊരു നെഗറ്റീവ് ബയാസാണുള്ളത്. പക്ഷേ മാർക്കറ്റ് ഇന്ന് തന്നിരിക്കുന്ന സ്ട്രക്ചർ വൈസ് ഈ ഒരു സ്മോൾ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ ഭയങ്കര ഒരു ബുള്ളിഷ് സ്ട്രക്ചർ, അതായത് ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ട്രേഡിലേക്കാണ്. ഈ ഒരു സോണിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഈ ഒരു മാർക്ക് ചെയ്ത സോണിൻ്റെ ഉള്ളിൽ പ്രൈസ് വരികയാണെങ്കിൽ എക്സാക്റ്റ് ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ എനിക്ക് ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പ്രൈസ് വന്ന് അവിടുത്തെ റിയാക്ഷൻ, പ്രൈസിൻ്റെ ആക്ഷൻസ് നോക്കിയിട്ട് ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്ത് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിവേ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈനലി എൻ്റെ ട്രേഡ് ഇനിഷ്യേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയ സമയത്താണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. എൻ്റെ സെറ്റപ്പ് വൈസ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു ട്രേഡ് തന്നെയാണിത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണിത് വർക്കൗട്ട് ആവുന്നതെന്നുള്ളത്. എൻ്റെ SL വരുന്നത് ഈ ഒരു ബെയറിഷ് ക്യാൻഡലിൻ്റെ ബിലോ ആയിട്ടാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യുന്നത് ഈ ഒരു ലെവലാണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് ടാർഗറ്റ് വരുന്ന സമയത്ത് ഇതിന് എബോവുള്ള ഈ ഒരു സോണാണ് ഞാൻ സെക്കൻഡ് ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ ട്രേഡ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ട്രേഡ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പകരം ട്രയൽഡായിട്ട് SL കീപ്പ് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ ഇന്നത്തെ ഒരു മാർക്കറ്റ് സിനാരിയോയിൽ അതൊരു ഗുഡ് ഡിസിഷനായിട്ട് എനിക്ക് ആഫ്റ്റർ ദ ട്രേഡ് തോന്നിയില്ല. കാരണം ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നെഗറ്റീവായിരുന്നു. അത്തരത്തിലുള്ള മാർക്കറ്റുകൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പം വലിയ ടാർഗറ്റുകൾ കീപ്പ് ചെയ്യുന്നത് റിയലിസ്റ്റിക് അല്ല. ഫസ്റ്റ് ടാർഗറ്റ് ഈസ്